വെൽക്കം ടു ഫിസിയോ കണക്ട്. മുട്ടുമാറ്റിയേക്കൽ സർജറിക്ക് ശേഷം ഇന്ന് ആളുകൾക്ക് സംശയങ്ങൾ പല രീതിയിലാണ്. വളരെ പേടിയോടെയാണ് മുട്ടുമാറ്റിയേക്കൽ ശസ്ത്രക്രിയയെ ആളുകൾ കാണുന്നത്. ഇനി എനിക്ക് നടക്കാൻ പറ്റുമോ, മറ്റൊരാളുടെ സഹായമില്ലാതെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ, എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ പ്രോപ്പർ ഗൈഡ് ലൈൻസ് ആളുകളിൽ കിട്ടാത്തതാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് കാരണം. ഇതിനുള്ള ഉത്തരമാണ് പ്രോപ്പർ ഫിസിയോതെറാപ്പി. സർജറിക്ക് ശേഷം ഡേ 1 മുതൽ കറക്റ്റ് ആയിട്ടുള്ള റീഹാബ് പ്രോട്ടോകോൾ ഫോളോ ചെയ്താൽ ആഫ്റ്റർ 2 വീക്സ് പേഷ്യന്റിന് സപ്പോർട്ട് ഇല്ലാതെ സുഖകരമായി നടക്കാൻ കഴിയുന്നതാണ്. ആദ്യ ദിവസങ്ങളിൽ, അതായത് ഡേ 1 മുതൽ 2 വീക്സിലേക്ക് നിർബന്ധമായും ചെയ്യേണ്ട പ്രിലിമിനറി എക്സസൈസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആംഗിൾ പമ്പ് എക്സസൈസ്. ഇത് സർക്കുലേഷൻ കൂട്ടാനും സ്വെല്ലിംഗ്, പെയിൻ എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു. വീഡിയോയിൽ കാണുന്ന പോലെ പാദം മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുക. സെക്കൻഡ് വൺ, SLR. മലർന്നു കിടന്ന് മുട്ട് മടക്കാതെ കാൽ മുകളിലോട്ട് ഉയർത്തുക, റിലാക്സ് ചെയ്യുക. തേർഡ് വൺ, കോഡിസെപ്സ് ആക്ടിവേഷൻ. കാൽ നീട്ടിയിരുന്ന് മുട്ടിന് താഴെ ടവൽ റോൾ വെച്ച് കാൽമുട്ട് താഴേക്ക് പ്രസ് ചെയ്യുക. ഇത് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുക. ഫോർത്ത് വൺ, ഹാംസ്ട്രിങ് ആക്ടിവേഷൻ. ഇതേ ടവൽ റോൾ ഉപ്പൂറ്റിയുടെ അടിയിൽ വെച്ച് പാദം അതിലേക്ക് പ്രസ് ചെയ്യുക. ഇതും 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുക. ഫിഫ്ത് വൺ, നീ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്. കാൽ ബെഡിന് പുറത്തേക്ക് തൂക്കിയിട്ടിരുന്ന് സാവധാനം മുട്ട് മടക്കി നിവർത്തുക. പതിയെ മുട്ട് 90 ഡിഗ്രി മടക്കിയെടുക്കുക എന്നതാണ് നമ്മുടെ ഗോൾ. ഇത് ചെയ്യുമ്പോൾ പെയിൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അത് സ്റ്റിച്ചിന്റെ പെയിൻ ആണ്, വളരെ സാധാരണമായ പെയിൻ ആണ്, പേടിക്കേണ്ടതില്ല. സിക്സ്ത് വൺ, ഗേറ്റ് ട്രെയിനിങ് അഥവാ വാക്കിംഗ് പാറ്റേൺ. വാക്കർ ഉപയോഗിച്ചാണ് നടക്കേണ്ടത്. ആദ്യം വാക്കർ, പിന്നീട് സർജറി ചെയ്ത കാല്, ശേഷം നോർമൽ കാല് എന്ന ക്രമേണയാണ് നടക്കേണ്ടത്. സർജറി ചെയ്ത കാല് ഫ്ലോറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ചിത്രത്തിൽ കാണുന്ന പോലെ ആദ്യം ഹീൽ ടച്ച് ചെയ്യുക, പിന്നെ കാല് പൂർണ്ണമായും നിലത്ത് പതിപ്പിച്ചു വെക്കുക. സർജൻ നിർദ്ദേശിച്ചിരിക്കുന്ന ബോഡി വെയിറ്റ് കാലിലേക്കും ബാക്കി കൈകളിലൂടെ വാക്കറിലേക്കും എന്ന ക്രമേണ നടക്കാവുന്നതാണ്. വളരെ ഫലപ്രദമായി ഈ എക്സസൈസുകൾ ചെയ്താൽ എല്ലാ പേഷ്യൻസിനും ഡിസ്ചാർജിന് മുന്നേ തന്നെ സ്വന്തമായി ബാത്റൂമിൽ പോവാനും മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കാനും സാധിക്കുന്നതാണ്. ഓരോ 2 മണിക്കൂർ ഇടവിട്ട് എക്സസൈസും നടത്തവും ചെയ്താൽ 2 ആഴ്ച കൊണ്ട് മുട്ട് മാറ്റിവെച്ച പേഷ്യൻസിന് മസിൽ പൂർണ്ണമായും ബലപ്പെടുകയും സ്വന്തമായി ദൈനംദിന കാര്യങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനായി പേജ് ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.